സത്യമേ, സത്യമ്മ എന്ത് പറയും സത്യമ്മയോട്? എടുക്കാതിരിക്കാൻ അതാ നല്ലത്. നിന്റെ അമ്മയെ പ്രീതി വിളിക്കുന്നത്. ഫോൺ എടുത്തിട്ട് അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? ചിരിച്ചു കളിച്ച് വീട്ടിൽ നിന്ന് എന്റെ കൂടെ ഇറങ്ങി വന്ന മകൾ ചെറുവിരൽ പോലും അനക്കാൻ വയ്യാതെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്നോ? എന്റെ മോളെ നീ നോക്കിയില്ലെന്ന് ചോദിച്ചാ ഞാൻ എന്ത് സമാധാനം പറയും പ്രീതി? നിന്റെ അമ്മ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ പ്രീതി. ജലപാനമില്ലാതെയുള്ള തപസ്, മൗനവ്രതം, ഇതൊക്കെ എത്ര നേരം തുടരുന്ന അമ്മ? പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ അവളെ നോക്കാൻ അവിടെ ഡോക്ടർമാരുണ്ട്. അമ്മ ഇവിടെ അമ്പലത്തിൽ വന്ന് കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഷെടാ, ഇത് വലിയ പാടായല്ലോ. മറ്റുള്ളവരും കൂടി മെനക്കെടുത്താനായിട്ട്. എന്റെ അമ്മ, എന്താ ഇത്? വസുമതി, അമ്മേ, ഇതെന്ത് വിഡ്ഢിവേഷാണോ എന്തോ? അമ്മേ, കരിങ്കോഴി ഇറക്കുകയും എല്ലാ നടയും തുറന്നുള്ള പൂജയൊക്കെ അമ്മ ചെയ്തില്ലേ? അതുവഴി പ്രീതിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും. പ്രീതിക്ക് ഇനി മൗനവ്രതത്തിൽ ജലപാനമില്ലാത്ത തപസ് കൂടി വേണ്ട. അമ്മേ, പ്രീതിക്കോ? ഇതൊരവസരമാണല്ലോ. ആ, അത് ആന്റിക്ക് മനസ്സിലായില്ലേ? പ്രീതിയുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും വസുമതി ആന്റിക്ക് മനസ്സിലായിട്ടുണ്ട്. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിലേക്ക് മകനും കൂടി വന്നതല്ലേ? അതൊന്നുകൂടി കടുപ്പിക്കാനാ ഈ മൗനവ്രതവും ജലപാനമില്ലാത്ത തപസ്സും ഒക്കെ. ആണോ? പിന്നല്ലാതെ. അവരുടെ മകളെ ഭാമാന്റി പീഡിപ്പിക്കുകയാണെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. അതിന് പകരം വീട്ടാനാ അവര് പ്രീതിയോട് ഈ ദ്രോഹമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പ്രീതി ഒരു മണ്ടി ആയതുകൊണ്ട് അവരെ ശാലിനിയും കണ്ണടച്ച് വിശ്വസിക്കും. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ അഭിനയിക്കും. ഗർഭിണിയാണെന്നുള്ള കാര്യം ഒളിപ്പിച്ചു വെച്ചതിന് ആന്റി പ്രീതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ശാരദാമ്മ എന്തിനാ അവളെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചത്? പ്രീതിയോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, ആന്റിയോടുള്ള വിരോധം കൊണ്ട്. ആന്റി കൈയൊഴിഞ്ഞപ്പോ അവളെ സ്വീകരിച്ചില്ലേ ശാരദാമ്മ? അങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റണമായിരുന്നു ശാരദാമ്മയ്ക്ക്. പിന്നെ വഴി വെച്ച് പ്രസവം എടുത്തതിന്റെ കേമത്തം. എത്ര പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട് ശാരദാമ്മ? പ്രീതിയുടെ ഒരു ഇറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുമായിരുന്നോ? ഇതൊക്കെ പെണ്ണുങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ ആന്റി? പിന്നെ ക്ലേശിച്ച് പ്രസവം എടുത്തു എന്നുള്ള തള്ള്. നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും കറ്റ മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പോയി പ്രസവിച്ചിട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും അങ്ങ് സംഭവിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ആരുടെയും കേമത്തം കൊണ്ടൊന്നും അല്ല. ആന്റി തന്നെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിന്റെ ഒരു AC റൂമിൽ ജനിക്കേണ്ടതല്ലായിരുന്നോ ആന്റിയുടെ കൊച്ചുമോള്? അതിനു പകരം ഏതോ പാലത്തിനടിയിൽ 3-4 പഴന്തോണിയും വിരിച്ച് പട്ടിയും പൂച്ചയൊക്കെ പെറുന്നത് പോലെ. ശ്ശേ. പ്രീതിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ ചായക്കടക്കാരിയും മകളും സമാധാനം പറയുമായിരുന്നോ? എന്റെ കയ്യിൽ നിന്നില്ല സത്യാമ്മയെന്നും പറഞ്ഞ് അവര് കണ്ണീര് ഒലിപ്പിച്ച് കൈമലർത്തും. പോകുന്നത് ആന്റിക്ക് മാത്രമല്ലേ. ഇത്രയും ദ്രോഹം ചെയ്തവരെ ആന്റി തിരിച്ചറിയാതെ ആരതി ഒഴിയൽ, പുഷ്പവൃഷ്ടി, പിന്നെ കെട്ടിപ്പിടുത്തം, താക്കോൽ ദാനം, എന്തെല്ലാം ആയിരുന്നു. ആന്റി അവര് ശരിക്കും മണ്ടിയാക്കി ആന്റി. അതുപോലെ തന്നെ ദാ ഇരിക്കുന്ന ഒരു ഐറ്റം. ആന്റി മുടിഞ്ഞു കുത്തുവാളെടുക്കണമെന്നാ എന്നും ഇവരുടെ ആഗ്രഹം. നൂലുകെട്ടിന് ഇവര് വന്ന് മോളെ ഓമനിച്ചിട്ട് പോയതേ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിഞ്ഞ് പ്രീതിക്ക് പറ്റുന്ന രീതിയിൽ പാരവെക്കണം. എന്റെ മൗനവ്രതം മുടക്കാൻ ഇറങ്ങിയതാ അവള്. എടുത്ത വ്രതം മുറിയണമെങ്കിൽ വസുമതി വേറെ ജനിക്കണം. അതിനിപ്പോ ആരാ ഇവിടെ മൗനവ്രതത്തിൽ? അയ്യോ, ഞാൻ മിണ്ടിപ്പോയല്ലേ. ഞാനിപ്പോ എന്താ സത്യഭാമയോട് പറഞ്ഞത്? പറയാൻ പാടില്ലാത്തത് എല്ലാം പറഞ്ഞു. അതൊന്നും സത്യഭാമ അറിയാൻ പോകുന്നില്ലെന്ന് ഞാൻ അർജുന് വാക്ക് കൊടുത്തിരുന്നതല്ലേ? അതെ. എന്നിട്ട് നീ എന്താടി ഇതിനെ തടയാതിരുന്നത്? അമ്മയുടെ ആ ഫ്ലോ അങ്ങ് പോകണ്ടെന്ന് കരുതി. ഫ്ലോ കുന്തം ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ നീ? എങ്ങോട്ടാ അമ്മേ? എടീ, ഉടനെ കരുണ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പൊ മൗനവ്രതം തപസ്സൊക്കെ എല്ലാം തീർന്നില്ലേടി? പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കരുണ ഹോസ്പിറ്റൽ അവിടെ കാണില്ല. വാ. നീ വരുന്നുണ്ടോ? വേഗം വാ. ഇനിയിപ്പം സത്യമ്മ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്നാലും സത്യമ്മയുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ.
ചെന്ന് നോക്ക് കരുണ ഹോസ്പിറ്റലില്. അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നുണ്ട് നിന്റെ മോള്. ഈശ്വര, വസുമതി പറഞ്ഞതൊന്നും സത്യമാവല്ലേ എന്റെ ഭഗവാനെ. വസുമതി ആന്റി പറഞ്ഞത് സത്യമാണെന്ന് അറിയുമ്പോ ശാലിനി ഫിനിഷ്. പിന്നെ എനിക്കധികം പണിപ്പെടേണ്ടി വരില്ല. അല്ല, ഇവരെന്താ എന്നോട് ആ സംഭവത്തെ കുറിച്ചൊന്നും ചോദിക്കാത്തത്? ഓ, ഇവരുടെ കാഴ്ചപ്പാടിൽ മകളും മരുമകനും ഇപ്പൊ പഞ്ചകൈലാസത്തിൽ വ്രതം ഇരിക്കുകയാണല്ലോ. വസുമതി ആന്റി പറഞ്ഞത് നുണയാണെന്നായിരിക്കും വിചാരം. മണ്ടി. മകള് വെട്ടിയിട്ട വാഴ പോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകാതിരുന്നാ മതിയായിരുന്നു. പോയാ പോയി. എന്നെ രോഹിത്തിന് പിടിച്ചുകൊടുക്കാൻ വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ഫസ്റ്റ് നൈറ്റ് നടത്തുകയും ചെയ്ത ആളല്ലേ. ഇനി എനിക്ക് എന്റെ വഴി, ഇവർക്ക് ഇവരുടെ വഴി. എന്തായാലും അടിപൊളി സീനാവട്ടെ ഹോസ്പിറ്റലിൽ. എന്താടി വഴിതടയൽ സമരം? അല്ല സത്യഭാമേ, ഞാനൊരു തമാശ പറഞ്ഞു എന്ന് വെച്ചാൽ. എന്റെ മകള് തലയിടിച്ച് വീണ് ബോധമില്ലാതെ കിടക്കുന്നു പറയുന്നതാണോ ഈ തമാശ? അല്ല ഭാമേ, നീ എന്നെ പ്രകോപിപ്പിച്ചപ്പോ അതിനനുസരിച്ച് ഞാനും വായി തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ശരി, വായി തോന്നിയത് നിനക്ക് പറയാം. പക്ഷെ സത്യഭാമയുടെ മകളെ കുറിച്ച് നീ വേണ്ടാത്തതാണ് പറഞ്ഞതെങ്കിൽ നിന്റെ വാ നിറച്ച് പല്ലടർന്ന് കിടക്കും. ഭാമേ, ഇതങ്ങനെ വാശി തീർക്കേണ്ട കാര്യമൊന്നുമല്ല. എങ്കിലേ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എനിക്ക് പറഞ്ഞു തരണ്ട കേട്ടോ. മാറങ്ങോട്ട് വഴിയുന്ന വാടി. എടി, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? ആന്റിയല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തത്, ഈ ഹോസ്പിറ്റലിന്റെ പേരടക്കം. സുസ്മിതേ, എന്താ അവിടെ? ആ, ദാ വരുന്ന ആന്റി. അമ്മ എന്ത് പുറത്തൊരു ഈ കാട്ടുന്നേ? ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞതാടി അബദ്ധമായി പോയത്. ഈ ഹോസ്പിറ്റൽ അല്ലാന്ന് പിന്നാലെ പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. ഈ കണക്കിന് അമ്മ പോയി പ്രീതി എടുക്കുന്ന ഐസിയും കൂടെ കാണിച്ചു കൊടുക്കുമല്ലോ. അത് ശരിയാണല്ലോ. സത്യഭാമയെ ഐസിയുലേക്ക് വിടാതിരുന്ന മതിയല്ലോ. ഈ അമ്മയുടെ ഒരു കാര്യം. എന്തിവിടെ കളഞ്ഞിട്ട് പോയത് മറ്റുള്ളവർ കാണൂന്നായപ്പോഴേ ഇവിടെ അമ്മയുടെ വക സോരയുടെ ഒരു മറ. ഇവർക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടടാ, നീ പറ. അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾ അറിയിക്കാതിരുന്നതാ. അല്ലടാ, നിന്നെയും ഈ നിൽക്കുന്ന അർജുനെയൊക്കെ വിട്ടുകളാക്കിയിരുന്നു ഇവള്. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രമല്ല സ്ഥാപിച്ചതെന്ന് പഞ്ചകൈലാസത്തിൽ വെച്ച് ഇവൾക്ക് അറിയായിരുന്നു. സത്യമേ, എനിക്ക് പ്രീതിക്ക് ആപത്തുണ്ടായപ്പോഴാ താൻ ചെയ്ത നീചകൃത്യത്തിന്റെ ഗൗരവം ഇവൾക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അറിയും മുമ്പേ എങ്ങനെയെങ്കിലും പ്രീതിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനായിരുന്നു ഇവളുടെ ശ്രമം. അതിനൊപ്പം യഥാർത്ഥ യന്ത്രം സ്ഥാപിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ ഇവള് ശാരദാമ്മയുടെ സാരത്തുമ്പിന്റെ മറ തേടിയത്. നീ വലിയ മിടുക്കിയാടി, മിടുക്കി തന്നെയാ. അടിപൊളി. അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയോ ഭാമാന്റെ ഇതില്? ആ, ഞാൻ കുറച്ച് ചെയ്താ മതി, ബാക്കി ഭാമാന്റെ ചിന്തിച്ചു പൂരിപ്പിച്ചോളൂ. എന്റെ പണി എളുപ്പമായി. സുസ്മിത, കൂടെ നടക്കുമ്പോ നിനക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നല്ലോ എന്റെ മകൻ ഇവിടെ കിടക്കാണെന്ന്. പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആന്റി, പലതവണ പറയാൻ തുനിഞ്ഞതുവാ.
പക്ഷെ പ്രീതിയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയ കൊന്നുകളയുന്നായിരുന്നു ശാലിനിയുടെ ഭീഷണി. ഡോക്ടർ, സത്യമേ, ഡോക്ടർ, എന്റെ മോൾക്ക് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് സത്യമേ. അപകടമുണ്ടായി ആദ്യത്തെ 4 മണിക്കൂറായിരുന്നു പ്രധാനം. ഡോക്ടറെ, പഞ്ചകൈലാസത്തിലെ ക്ലിനിക്കിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പേഷ്യന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു ആ 4 മണിക്കൂർ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരു ഓപ്പറേഷന് പോലുള്ള സാധ്യതയില്ലാതെയായി. ഡോക്ടർ, ഡോക്ടർ എന്താ പറയുന്നത്? വീഴ്ചയിൽ തലയ്ക്കുണ്ടായ ക്ഷതം മാത്രമല്ല സത്യമേ, അതിനു മുൻപ് പേഷ്യന്റിന് ഷോക്ക് ഉണ്ടാകുന്ന എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഷോക്ക് നാഡീവ്യൂഹത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് തലച്ചോറിലെ ഈ ക്ഷതം. ഞങ്ങൾക്ക് കാര്യമായി ഇനിയൊന്നും ചെയ്യാനില്ല. കോമ തന്നെ കൺഫേം ചെയ്തു. ശാലിനി, ഞാൻ മനഃപൂർവ്വമല്ല. എന്റെ വായിന്ന് ഞാൻ അറിയാതെ. സാരമില്ല ആന്റി, ഇതിപ്പോ എപ്പോഴായാലും സത്യം അറിയേണ്ടതല്ലേ. അതിപ്പോ ഇങ്ങനെയായത് നന്നായി. ഇവളെന്താണ് ആംബുലൻസില്? പിള്ളേർ മാമ, ഭാമേ,
ശാരദാമ്മ എവിടെ? എന്റെ മാമേ ശാരദാമ്മ പോയല്ലോ. മകളൊരിക്കൽ കാഴ്ച ഉണ്ടായിരുന്നു കാട്ടിക്കൊടുക്കാൻ. പോയ സ്ഥിതിക്ക് കുഴപ്പമില്ല, വിരുന്ന് വിളിച്ച് കാട്ടിക്കൊടുക്കാൻ ഞാൻ. അർജുൻ പാമോനെ, തൊട്ടുപോകരുത് അവളെ. അമ്മയെ ചതിക്കാൻ വേണ്ടി കൂട്ടു നിന്നവനാ നീ. പിള്ളേ, ഒന്ന് വന്ന് സഹായിക്കണം. ഓ എന്താ? അയ്യോ എന്റെ പൊന്നു കുഞ്ഞ്. വാ പിടിക്ക. ഒന്ന് കാണട്ടെ. മോളെ പ്രീതിയെ, എന്റെ കുഞ്ഞ് മോളെ പ്രീതിയെ. എന്റെ കുഞ്ഞ് കൊണ്ടാക്കും. എനിക്കെന്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണണ്ട. കൊണ്ടു മോളെ. എന്റെ മോളെ 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 എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉറങ്ങിക്കോ, സമാധാനായിട്ട് ഉറങ്ങിക്കോ. ഈ വൃത്തികെട്ട ലോകത്തിലെ കാഴ്ചകളിൽ കുറെ കാലത്തേക്ക് കണ്ടടച്ചു എന്ന് കരുതിയാ മതി. രാഘവേട്ടൻ ഡോക്ടർ അബ്ദുൽ ഖാദർ എന്ന് കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോന്നോ? ന്യൂറോളജിയിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാരിൽ ഏറ്റവും മിടുക്കനാ, അതും മലയാളി. ആ അബ്ദുൽ ഖാദർ വരും എന്റെ പ്രീതിയെ ഭേദപ്പെടുത്താനായിട്ട്. നേരാണോ? അതേ രാഘവേട്ട, ഡോക്ടർ ഏറ്റെടുത്ത കേസുകളൊന്നും തോറ്റിട്ടില്ല. എല്ലാരെയും അദ്ദേഹം ഭേദപ്പെടുത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുമുണ്ട്. അദ്ദേഹം എഴുതിയ ചില ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സൈക്കോളജിയും ന്യൂറോളജിയും ചേർന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായം. അത് ഫലം ചെയ്യും ഭാമേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഡോക്ടറെ. അദ്ദേഹം എസ് എന്നൊരു വാക്ക് പറഞ്ഞ പ്രീതി രക്ഷപ്പെട്ടു രാഘവേട്ട. ഓ ദൈവമേ. പ്രീതി സംസാരിച്ചു തുടങ്ങിയ അന്നത്തെ കാര്യം മുഴുവൻ അവള് മറ്റുള്ളവരോട് പറയില്ലേ? അതോടെ എന്റെ കാര്യം തീർന്നു. ശരി ഡോക്ടർ, ശരി. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. രാഘവേട്ട, ഡോക്ടർ ജർമ്മനിയില്ല, അവിടെ ഒരു മെഡിക്കൽ കോൺഫറൻസ്. രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി മടങ്ങും. ദേ, എയർപോർട്ടിലേക്ക് കാർ അയച്ചാ മതി, ആള് നേരെ ഇങ്ങ് വരാമെന്ന്. അർജുൻ, ഒരാഴ്ച കഴിഞ്ഞ് പ്രീതിക്കും കുഞ്ഞിനൊപ്പം ഗുരുവായൂർ കുളിച്ചു തൊഴാൻ നീ തയ്യാറായിക്കും. അവൾക്ക് വേണ്ടിയുള്ള വഴിപാടായത്. പിന്നെ രാഘവേട്ട, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോ നമ്മുടെ കാർ അവിടെ ഉണ്ടാവണം. ഉറപ്പായിട്ടും പിള്ളേ. ശരി സാർ. സമയത്തിന് ലക്ഷങ്ങളുടെ വിലയുള്ള ആളാ. പിന്നെ ഞാൻ ഇത്രയും നാള് വെള്ളം കോരിയതോടി അതെന്തിനാ? ഒന്നും കാണാൻ പറ്റില്ല, ഒരു ചെറു വിരല് പോലും അനക്കാൻ പറ്റില്ല. പക്ഷേ ചുറ്റുമുള്ളതെല്ലാം നിനക്ക് കേൾക്കാം. ഞാനിപ്പോ പറയുന്നതടക്കം നിന്റെ തലച്ചോറിലേക്ക് എത്തുകയും നിന്റെ ബോധമണ്ഡലത്തിൽ വിരിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. നിന്റെ ആത്മാവടക്കം ഇപ്പൊ ഞെട്ടിയിട്ടുണ്ടാവുന്നു എനിക്കറിയാം. എന്നെ കൊല്ലല്ലേ, എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ട് മതിയായിട്ടില്ല, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണേന്നൊക്കെ നിന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും എന്നോടിപ്പൊ തൊഴുത് യാചിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ നിവൃത്തിയില്ലാതെ പോയല്ലോ മോളെ. ഈ കിടപ്പിന്ന് നീ എഴുന്നേറ്റാലേ നിന്റെ നാവനങ്ങും. രോഹിത്തിന് എന്താ സംഭവിച്ചെന്ന് നീ പറയും. പിന്നെ കേസ്, വിചാരണ, സെൻട്രൽ ജയില്, തൂക്കുമരം, ഇതിന്റെ ഒന്നും പിന്നാലെ പോവാൻ എനിക്ക് വയ്യ മോളെ. അതുകൊണ്ട് നീ ഒന്ന് പോ പ്രീതി, ചത്ത് തൊല. ചാവ്. ഇത് ചത്തോന്നെങ്ങനെ അറിയും?
ഈ സൈക്കോളജി, മെന്റലിസം എന്നൊക്കെ മാത്രമല്ല, മന്ത്രവാദം എന്ന് പോലും പരിഹസിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ അതെല്ലാം ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടതാണെന്നാ എൻ്റെ കണ്ടെത്തൽ. ഈ ബ്രെയിൻ്റെ സന്ദേശവാഹകരാണല്ലോ ന്യൂറോ സിസ്റ്റം. അതുപോലെ സൈക്കോളജിയും മെന്റലിസവും ഒക്കെ അത്യാവശ്യം കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ മന്ത്രവാദം, അതിലും വിശ്വാസമുണ്ട്. മറ്റുള്ളവർ ആ വാക്കിന് കൊടുക്കുന്ന അർത്ഥത്തിലല്ല എന്ന് മാത്രം. ഒരു വ്യക്തിക്കോ വസ്തുവിനോ മറ്റൊരാളുടെ മനസ്സിനെയും പ്രവൃത്തിയെയും പുറത്തു നിന്നും സ്വാധീനിക്കാൻ കഴിയുന്നതിനെയാണ് മന്ത്രവാദമെന്ന് മറ്റുള്ളവർ പേരിട്ട് വിളിക്കുന്നത്. ഈ ഹിപ്നോട്ടിസത്തിലും ടെലിപ്പതിയിലും ഒക്കെ അത് സാധിക്കാറുണ്ടല്ലോ. സത്യം പറഞ്ഞ ഡോക്ടർ പറയുന്ന ഒരക്ഷരം ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. അല്ല, ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒന്നുതന്നെയാണെന്ന് മനസ്സിലായി. ഡോക്ടർ പറയുന്നത് ശരിയാ അച്ഛാ. ഭൂതപ്രേത പിശാചുക്കളെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടികളാ. ഭീകര രൂപങ്ങൾ കാണുമ്പോ അതെന്തോ ഭയപ്പെടേണ്ട കാര്യമാന്ന് കണ്ണീന്നും കാതീന്നും തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്കും മെസ്സേജ് അയക്കുന്നത് നാഡീവ്യൂഹ. ആ പേടിയിൽ ചിലപ്പോ ഹൃദയാഘാതം വരെ ഉണ്ടാവാം. അതല്ലേ ഈ ഒടിവിദ്യയുടെ ഒക്കെ ശാസ്ത്രം. ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായി. ഏതായി കുട്ടി? ഇതെന്റെ ഭാര്യ ശാലിനി, കളക്ടറാവാൻ പഠിച്ചോണ്ടിരിക്കുക. ഓ, പെട്ടെന്ന് തന്നെ കളക്ടറാവും. അല്ലേ? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. ഓ, അതിന്റെ ഇടയിലും അവൾ അങ്ങ് സ്റ്റാറായി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഏത് ശാസ്ത്രശാഖയെന്നും പേഷ്യന്റിനെ സുഖപ്പെടുത്താൻ ഉതകുന്ന എന്തും ഞാനെടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. ആ കുട്ടിക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ എല്ലാ വേദനയും സങ്കടവും ആ കണ്ണുകളിലുണ്ട്. ബി കൂൾ മാൻ. നമ്മൾ അവളെ സുഖപ്പെടുത്തും. ഇയാൾ അവളെ സുഖപ്പെടുത്തുവോ? ഇപ്പൊ തന്നെ പോയി അവളുടെ കഴുത്ത് ഞെരിച്ചാലോ? ഇനി മറ്റുള്ളവര് രാഘവേട്ടനെ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എന്റെ മകൻ വിഷ്ണു. ഡോക്ടർ, സത്യാമ്മയുടെ മകൻ വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാം. നമ്മൾ നേരിട്ട് കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. അതെ. അതവന്റെ ഭാര്യ ശാലിനി. ഒരുപാട് അവഗണനയും അധിക്ഷേപവും നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ? സാരമില്ല, എല്ലാം ശരിയാവും. ആ നിൽക്കുന്ന കഥാപാത്രം ആരാണെന്ന് മാത്രം മനസ്സിലായില്ല. ഇയാളെപ്പ എന്നെ കണ്ടു? ഇവളോട് നിൽപ്പുണ്ടായിരുന്നു. അത് എന്റെ ഫ്രണ്ടിന്റെ മകളാണ് ഡോക്ടർ. നെഗറ്റീവ് ഫോഴ്സിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് മനസ്സിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും.
അതിരിക്കട്ടെ, വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടല്ലോ ഇവിടെ. ആളെവിടെ? വേറെ പൊന്നിയാണോ ഇവിടുത്തെ അടുക്കളക്കാരി? ഹേ, അടുക്കളക്കാരിയല്ല, പേഷ്യന്റുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ. ആ, ആള് കരയുന്നുണ്ടല്ലോ. അത് പാർക്കുട്ടിയാണ് ഡോക്ടർ, പ്രീതിയുടെ മോള്. ഓ, എത്ര വയസ്സായി കക്ഷിക്ക്? 3 മാസം ആകുന്നതേ ഉള്ളൂ ഡോക്ടർ. ഞാൻ അവളുടെ അടുത്തോട് ചെല്ലട്ടെ. Come on, Preeti. You can do it. You're almost there. ഇവള് കോമയിൽ എണീറ്റാ ഞാൻ കോമയിലേക്ക് പോകേണ്ടി വരുമല്ലോ. കമോൺ പ്രീതി, നീ മനസ്സ് വെച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്നതേ ഉള്ളൂ നിന്റെ ശരീരത്തെ. നിന്റെ ഉള്ളിലെ സർവ്വ ഊർജ്ജ കണികകളെയും ആവാഹിച്ച് നീ അതിനുവേണ്ടി ശ്രമിക്കൂ. എഴുന്നേക്ക് മോളെ. പ്രീതി, നിന്റെ പാറുവിന് വേണ്ടി. കമോൺ, ഡു ഇറ്റ്. പ്രീതി, എഴുന്നേൽക്ക് എന്റെ പൊന്നുമോളെ. എഴുന്നേക്ക് നീ. കുഞ്ഞാകെ പേടിച്ചിരിക്കുക. അതിന് ദാഹിക്കുന്നെന്ന് തോന്നുന്നു. നോക്ക്, കുടിച്ചോ. കുടിച്ചോ ആവേ. മോളെ, മോളെ, പ്രീതി, മോളെ, പ്രീതി, മോളെ. താൻ എന്തായി ചെയ്തത്? വാട്ട് ഡിഡ് യു ഡു? എന്താ ചെയ്തതെന്ന്? അല്ല, കുഞ്ഞ് പേടിച്ചതുകൊണ്ട് ഞാൻ ഡോക്ടർ, ഞാനിവിടെ